ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഇന്ന് എന്നെ ശ്രവിക്കുന്ന എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും നമ്മെ ചേർത്തുകൊള്ളുവാനായി വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. നമുക്കിന്നൊരു വേദഭാഗം വായിക്കാം. അപ്പോസ്തല പ്രവൃത്തികൾ 16-ാം അധ്യായത്തിൻ്റെ 24-ാം വാക്യം. അവൻ ഇങ്ങനെയുള്ള കൽപ്പന കിട്ടിയാൽ അവരെ അകത്തെ തടവിലാക്കി അവരുടെ കാൽ ആമത്തിലിട്ട് പൂട്ടി. അർദ്ധരാത്രിക്ക് പൗലോസും സീലാസും പ്രാർത്ഥിച്ചു ദൈവത്തെ പാടി സ്തുതിച്ചു. തടവുകാർ ശ്രദ്ധിച്ചു കൊണ്ടിരുന്നു. പെട്ടെന്ന് വലിയൊരു ഭൂകമ്പമുണ്ടായി. കാരാഗൃഹത്തിൻ്റെ അടിസ്ഥാനം കുലുങ്ങി വാതിലൊക്കെയും തുറന്നുപോയി. എല്ലാവരുടെയും ചങ്ങല അഴിഞ്ഞു വീണു. കഴിഞ്ഞ ദിവസം നാം കണ്ടു വെളിച്ചപ്പാടത്തിയെ ലക്ഷണം പറഞ്ഞ് യജമാനന്മാർക്ക് വളരെ ലാഭം വരുത്തുന്ന ഒരു ബാലിക്കാരത്തി പൗലോസിൻ്റെയും സീലാസിൻ്റെയും പുറകെ നടന്ന് പറഞ്ഞുകൊണ്ടിരുന്നു, അത്യുന്നതനായ ദൈവത്തിൻ്റെ ദാസന്മാർ രക്ഷമാർഗം നിങ്ങളോട് അറിയിക്കുന്നവർ. അപ്പോൾ പൗലോസ് അവളിലുള്ള ഭൂതത്തെ പുറത്താക്കി അത് അവളെ വിട്ടുപോകാനായിട്ട് കൽപ്പിച്ചു. അങ്ങനെ അവൾ സ്വസ്ഥതയായി, അവൾക്ക് അസുഖമൊക്കെ മാറി, അവൾ സന്തോഷവതിയായി. എന്നാൽ അത് മുഖാന്തരമായിട്ട് വെളിച്ചപ്പാടത്തിയുടെ യജമാന്മാർക്ക് അവൾ മുഖാന്തരം ഉണ്ടാക്കിയിരുന്ന ലാഭം നഷ്ടമായതുകൊണ്ട് അവർ പൗലോസിനെയും സീലാസിനെയും അടിപ്പിച്ചു. അതിനുശേഷം കോൽ കൊണ്ട് അടിച്ചു. അതിനുശേഷം അവരെ കാരാഗ്രഹത്തിലാക്കിയെന്ന് നാം കഴിഞ്ഞ ആഴ്ച കണ്ടു. കാരാഗ്രഹ പ്രമാണിയോട് അവരോട് പറഞ്ഞു, വളരെ സൂക്ഷ്മതയോടെ ഇവരെ സൂക്ഷിക്കണമെന്ന് പറഞ്ഞു. കാരണം ഇവർ പ്രധാനപ്പെട്ട 2 പുള്ളികളാണ്. അതുകൊണ്ട് അവർ വളരെ സൂക്ഷ്മതയോ കാരാഗ്രഹ പ്രമാണി അതനുസരിച്ച് അവരെ അകത്തെ മുറിയിലാക്കി. അവരുടെ കാൽ വെറുതെ അകത്തെ മുറിയിൽ, ഒരു കാരാഗ്രഹത്തിൻ്റെ അകത്തെ മുറിയിലാക്കി കഴിഞ്ഞാൽ അവർ സുരക്ഷിതരാണ്. എന്നാൽ അതും പോരാ, അവരുടെ കാല് ആമത്തിലിട്ടു. ഒരു കാരാഗ്രഹത്തിൽ കിടക്കുന്നത് തന്നെ എത്രയോ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് സഹോദരിമാരെ. അതുകൂടെ പൗലോസും സീലാസും അവരുടെ കാല് അവരുടെ ആമത്തിലിട്ട് അവരുടെ അവസ്ഥയിൽ കിടക്കുകയാണ്. അത് ഞാനാണെങ്കിൽ ഞാൻ പലപ്പോഴും ഓർക്കാറുണ്ട്, പിറുപിറുക്കുകയും നിരാശപ്പെടുകയും ദൈവത്തോട് കർത്താവേ എന്തെന്ന് ചോദിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥയായിപ്പോയേനെ. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ കഷ്ടത, പ്രയാസങ്ങൾ, ദുഃഖങ്ങളൊക്കെ വരുമ്പോൾ, നാം ആഗ്രഹിക്കാത്ത രീതിയിലുള്ള പ്രശ്നങ്ങൾ നമ്മളെ അലട്ടിക്കഴിയുമ്പോൾ പലപ്പോഴും നാം ചെയ്യാറുള്ളത് ഒന്നുമല്ലെങ്കിൽ നാം നിരാശയുള്ളവരായിട്ട് ഡിപ്രഷനിൽ കൂടെ കടന്നു പോകും. എന്നാൽ ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ഡിപ്രഷൻ്റെ ആവശ്യമില്ല എന്ന് നമുക്ക് പൗലോസിൻ്റെ ജീവിതത്തിൽ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അവർ പിറുപിറുക്കുകയോ നിരാശപ്പെടുകയോ ഒന്നുമല്ല ചെയ്തത്. അവർ ദൈവത്തെ പാടി സ്തുതിച്ചുകൊണ്ടിരുന്നു. ദൈവം അവരോട് കൂടെ ഉണ്ടായിരുന്നു. അവരുടെ പാട്ടും സ്തുതിയും ദൈവം കേട്ടു. കാരണം ദൈവം അവരോട് കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഉടനെ തന്നെ ഇത് തടവുകാരെല്ലാം ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു. ദൈവത്തിൻ്റെ നാമം അവിടെ മഹത്വപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് വലിയൊരു ഭൂകമ്പം ഉണ്ടായി. കാരാഗ്രഹത്തിൻ്റെ അടിസ്ഥാനം കുലുങ്ങി വാതിലൊക്കെയും തുറന്നുപോയി. ഇവരുടെ ചങ്ങലയെല്ലാം അഴിഞ്ഞുപോയി. സാധാരണഗതിയിൽ പെട്ടെന്ന് ചങ്ങലയൊക്കെ അഴിയുമ്പോൾ ഓടി രക്ഷപ്പെടുകയാണ് വേണ്ടത്. അത് അകത്തെ കൽത്തളത്തിൽ പൂട്ടിയിട്ടേക്കുവാണ്. എന്നാൽ പൗലോസ് സീലാസും ഓടിയൊന്നുമില്ല കേട്ടോ. കാരാഗ്രഹപ്രമേ ഉറക്കമുണർന്നു. കാരാഗ്രഹത്തിൽ എൻ്റെ വാതിലുകൾ തുറന്നിരിക്കുന്നു കണ്ടിട്ട് ചങ്ങലക്കാർ പോയി കളഞ്ഞു. പ്രത്യേകിച്ച് സൂക്ഷിക്കാൻ പറഞ്ഞ ഇവരെക്കുറിച്ചാണ് എന്ന് പറഞ്ഞിട്ട് അവൻ തന്നെത്താൻ കൊല്ലുവാനായിട്ട് തുടങ്ങുന്നതിന് മുമ്പായിട്ട് പൗലോസ് പറഞ്ഞു, നിനക്കൊരു ദോഷവും ചെയ്യരുത്, ഞങ്ങളെല്ലാവരും ഇവിടെ ഉണ്ടല്ലോ എന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞു. അത് കാരാഗ്രഹ പ്രമാണിക്ക് ഒരു ഷോക്കായി. അവന് അത്ഭുതപ്പെട്ടു, എന്തുകൊണ്ട് ഇവർ ഓടിയില്ല. അവൻ വിറച്ചും കൊണ്ട് ഓടി അകത്തേക്ക് ചെന്നു. അവരെ പൗലോസിൻ്റെ സീലാസിൻ്റെ മുമ്പിൽ വീണു. എന്നാൽ അവരെ പുറത്തു കൊണ്ടുവന്നു. യജമാന്മാരെ രക്ഷപ്രാപിപ്പാൻ ഞാൻ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു. ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കും, ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അവർ നിരാശപ്പെടുകയും പിറുപിറുക്കുകയും ഡിപ്രഷനിൽ പോവുകയും മരുന്ന് കഴിക്കാൻ ഡോക്ടറിൻ്റെ അടുത്തൊക്കെ ഡിപ്രഷനിൽ കൂടെ പോവുകയൊക്കെ ചെയ്തായിരുന്നെങ്കിൽ ആരും അറിയത്തില്ലായിരുന്നു. ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുകയും ചെയ്യുകയില്ലായിരുന്നു. എന്നാൽ ഇവിടെ പൗലോസും സീലാസും പാട്ടുപാടി സ്തുതിച്ച മുഖാന്തരമായിട്ട് തടവുകാർ എല്ലാവരും അറിഞ്ഞു ഈ ദൈവത്തെക്കുറിച്ച്. മാത്രമല്ല ദൈവത്തിൻ്റെ നാമം അവിടെ മഹത്വപ്പെടുവാനും അത് മുഖാന്തരമായിട്ട് അവർ പോകാതിരിക്കുന്ന മുഖാന്തരമായിട്ട് അവിടെ കാരാഗ്രഹ പ്രമാണി
ഈ ചോദിക്കുകയാണ്, ഞാൻ എന്ത് ചെയ്യണം? ഇപ്പോൾ ആരാണ് വലിയത്? കാരാഗ്രഹ പ്രമാണിയാണോ വലിയത്, അതോ പൗലോസ് ശീലാസുമാണോ അവിടെ? ആരോടാ ചോദിക്കുന്നത്? കാരാഗ്രഹ പ്രമാണി പൗലോസിനും ശീലാസിനോടും തടവുകാരോട് ചോദിക്കുകയാണ്. പൗലോസും ശീലാസും പറഞ്ഞു, കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, എന്നാൽ നീ നിൻ്റെ കുടുംബവും രക്ഷ പ്രാപിക്കുമെന്ന് അവർ പറഞ്ഞു. അവർ ആ സമയം ആ വീട്ടിലുള്ളവരെല്ലാവരും, പ്രായപൂർത്തിയായിട്ടുള്ള എല്ലാവരും, വചനം കേൾപ്പാൻ നമ്മൾ അവിടെ കാണുവാനായിട്ട് സാധിക്കും. ഇവർ വേഗം പൗലോസിനെയും ശീലാസിനെയും അവരുടെ മുറിവുകളെല്ലാം കഴുകി അവരെ ശുശ്രൂഷിച്ചു, അവരെ വീട്ടിൽ കൊണ്ടുപോയി. അപ്പോൾ വീട്ടിലുള്ള എല്ലാവരോടും പ്രസംഗിക്കുവാനിടയായിട്ട് തീർന്നു. അങ്ങനെ ആ വചനം കേട്ടവർ ആരാണ് രക്ഷിക്കപ്പെട്ടത്? നീ നിൻ്റെ കുടുംബവും രക്ഷിക്കപ്പെട്ടു. പിന്നെ അവർ കർത്താവിൻ്റെ വചനം അവനോട് അവൻ്റെ വീട്ടിലുള്ള എല്ലാവരോടും പ്രസംഗിച്ചു. വചനം കേട്ടവർ രക്ഷിക്കപ്പെട്ടവർ താമസിയാതെ തന്നെ സ്നാനപ്പെട്ടു എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിച്ചു. മാത്രമല്ല അവരെ വീട്ടിൽ കൈക്കൊള്ളുവാനും അവർക്ക് ഭക്ഷണം കൊടുക്കുവാനും ഈ കുടുംബവും പൗലോസും ശീലാസും ഒന്നിച്ച് സന്തോഷിപ്പാനും മാത്രമല്ല അവർ ദൈവത്തിൽ വിശ്വസിച്ചതുകൊണ്ട് കുടുംബം മുഴുവനായിട്ട് സന്തോഷിക്കുവാനായിട്ടും ഇടയായി തീർന്നു. പ്രിയ സഹോദരിമാരെ, നമ്മുടെ ജീവിതം കൊണ്ട് മറ്റുള്ളവർ ആനന്ദിക്കാറുണ്ടോ? എത്ര പ്രാവശ്യം ആനന്ദിച്ചിട്ടുണ്ട്? മറ്റുള്ളവർ രക്ഷിക്കപ്പെട്ടത് മുഖാന്തരമായിട്ട് അവരുടെ കുടുംബം ആനന്ദിക്കുവാൻ നാം കാരണമായിട്ട് തീർന്നിട്ടുണ്ടോ? നമ്മളെന്തെങ്കിലും കൊടുത്ത് ആനന്ദിപ്പിക്കുകയല്ല, ക്രിസ്തുവിനെ അറിഞ്ഞിട്ട് ഒരു വ്യക്തിയെങ്കിലും ആനന്ദിക്കുവാനായിട്ട് ഇടയായിട്ടുണ്ടോ? ഇല്ലെങ്കിൽ നമ്മുടെ ജീവിതം കൊണ്ട് എന്ത് ഫലമാണ് ഉണ്ടായത് എന്നുള്ളത് ചിന്തിക്കുവാനായിട്ട് ദൈവം സഹായിക്കട്ടെ. ഇവിടെ ശീലാസും അവർ ജയിലിലാണ്. എവിടെ ചെന്നാലും കർത്താവിൻ്റെ വചനം പ്രസംഗിക്കും. നമ്മൾ നമ്മുടെ ചുറ്റുപാടുമുള്ളവരോട് നമ്മൾ വളരെ വളരെ സന്തോഷത്തോടുകൂടെ സുഭിക്ഷതയോടുകൂടി ജീവിക്കുകയാണ്. എന്നാൽ നമ്മുടെ ചുറ്റുപാടുമുള്ളവർ ഈ കർത്താവിനെ കാണാത്തവരായിട്ട് അന്ധതയിൽ കൂടെ ജീവിക്കുകയാണ്. നമ്മളെവിടെ പോയാലും ഈ ക്രിസ്തുവിനെക്കുറിച്ച് പ്രസംഗിക്കണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. അതിനാണ് നമ്മളെ വിളിച്ച് വേർതിരിച്ചത്, അതിനാണ് എന്നുള്ളത് നമുക്ക് 1 പത്രോസിൻ്റെ ലേഖനത്തിൽ വളരെ വ്യക്തമായിട്ട് കാണാനായിട്ട് സാധിക്കും. എന്തിനു വേണ്ടിയാണ് എന്നെ രക്ഷിച്ചത് എന്നുള്ളത് പ്രിയ സഹോദരിമാരെ, കർത്താവിൻ്റെ വചനം വളരെ വ്യക്തമായിട്ടുണ്ട്. തൻ്റെ ചങ്കിലെ ചോര കൊടുത്തത് വെറുതെയല്ല. കർത്താവ് ഈ സ്വർഗത്തിലെ ദൈവം ഈ ഭൂമിയിലേക്ക് വന്നു, തന്നെ താൻ താഴ്ത്തി ഒരു മനുഷ്യനായിട്ട് തീർന്നു. അവൻ ക്രൂശിലെ മരണത്തോളം അനുസരണമായിട്ടുള്ളതായിട്ട് തീർന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ ഈ കർത്താവിനെക്കുറിച്ച് നീ മറ്റുള്ളവരോട് പറയണമെന്നുള്ള ആഗ്രഹത്തോടു കൂടിയാണ് കർത്താവ് നിന്നെ കണ്ടത് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. വന്നു നമുക്ക് വേണ്ടി മരിച്ചു, ഉയർത്തെഴുന്നേറ്റ് ഇന്ന് പിതാവിൻ്റെ സന്നിധിയിൽ പക്ഷപാതം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ കർത്താവിനെ നമ്മൾ ഏകരക്ഷകനുമായിട്ട് സ്വീകരിക്കുന്ന നിമിഷം നമ്മൾ ദൈവത്തിൻ്റെ മക്കളായിട്ട് തീരും, നിത്യജീവൻ അവകാശികളായിട്ട് തീരും. നമ്മുടെ പേര് സ്വർഗത്തിലെ ജീവപുസ്തകത്തിൽ എഴുതും. എന്നാൽ അങ്ങനെ എഴുതി കഴിഞ്ഞവരായ നമ്മെ സംബന്ധിച്ചിടത്തോളം കർത്താവ് നമ്മളെ ആക്കിയിരിക്കുന്ന പൊസിഷൻ എന്നുള്ളത് നമുക്ക് 1 പത്രോസ് 2-ന്റെ 9-ാം വാക്യത്തിൽ കാണാം. നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് തൻ്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവൻ്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയും രാജകീയ പുരോഹിത വർഗവും വിശുദ്ധ വംശവും സ്വന്തം ജനവുമാവുന്നു. വെറുതെയല്ല സഹോദരിമാരെ നമ്മളെ വിളിച്ച് വേർതിരിച്ചത്, വെറുതെയല്ല നമ്മളെ രാജകീയ പുരോഹിത വർഗവും വിശുദ്ധ വംശവും സ്വന്തം ജനവും ദൈവത്തിൻ്റെ ജനവുമാക്കിയത്. എന്തിനു വേണ്ടിയാണ്? അവൻ നമ്മളെ രക്ഷിച്ച ആ രക്ഷയെക്കുറിച്ച്, ആ അത്ഭുത പ്രകാശത്തെക്കുറിച്ച് വിളിച്ചവൻ്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണമാണ് നമ്മളെ വിളിച്ച് വേർതിരിച്ചതെന്ന് മനസ്സിലാക്കിക്കൊണ്ട് മുമ്പോട്ട് പോകുവാനായിട്ട് കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. പൗലോസിൻ്റെ ജീവിതത്തിൽ അവൻ കാരാഗ്രഹത്തിൽ കിടന്നാലും അവൻ പുറത്തെവിടെയായിരുന്നാലും അവൻ ഈ കർത്താവിനെക്കുറിച്ച് അനേകരോട് പറഞ്ഞു. അവൻ മാത്രമല്ല, അങ്ങനെ നാം പറയുമ്പോൾ ചിലർ രക്ഷിക്കപ്പെടും നാം മുഖാന്തരമായിട്ട്. അത് കർത്താവിൻ്റെ കൃപയാലാണ് രക്ഷിക്കപ്പെടുന്നത്. മാത്രമല്ല ആ കുടുംബം സന്തോഷിക്കുന്നത് കാണുവാനായിട്ട് നമുക്ക് ദൈവം ഒരു സാവകാശം തരും. അതാണ് ദൈവം നമുക്ക് തന്ന പ്രതിഫലം. പ്രിയ സഹോദരിമാരെ, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് തന്നിരിക്കുന്ന ആയുസ് പാഴാക്കി കളയാതെ നമ്മളെ വിളിച്ചത് എന്തിനാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് കർത്താവിൻ്റെ സൽഗുണങ്ങളെ പോഷിപ്പാൻ തക്കവണ്ണം വിശുദ്ധരായിട്ട് ജീവിപ്പാൻ, കർത്താവിന് പ്രസാദമുള്ളവരായിട്ട് ജീവിപ്പാൻ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. അവൻ്റെ വലിയ നാമം മഹത്വപ്പെടുമാറാകട്ടെ.